കേരളത്തിലെ റബ്ബർ മേഖല നാശത്തിന്റെ വക്കിലാണെന്നതിന്റെ തെളിവാണ് റബ്ബർ കർഷകരുടെ പിന്മാറ്റം. റബ്ബർ തോട്ടങ്ങൾ വെട്ടി നിരപ്പാക്കി അടയ്ക്ക, കൈതച്ചക്ക കൃഷികൾക്കായി പാട്ടത്തിന് നൽകുകയാണ് കർഷകർ. റബ്ബറിന് അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുമ്പോഴും സംസ്ഥാനത്ത് കർഷകർ വിലയിടിവ് നേരിടുകയാണ്. RSS 4 ഇനം റബ്ബറിന് റബ്ബർ ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന വില 193 രൂപയാണെങ്കിലും കർഷകർക്ക് ലഭിക്കുന്നത് 183 രൂപ മാത്രമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ RSS 4 ഇനം റബ്ബറിന് 190 രൂപയായി നിൽക്കുമ്പോഴും ആഭ്യന്തര വിപണിയിലെ വില തകർച്ച ടയർ കമ്പനികളെ സഹായിക്കുന്ന ആഭ്യന്തര ലോബികളുടെ ഇടപെടൽ മൂലമാണെന്ന് ആക്ഷേപമുണ്ട്. ഉൽപാദനം ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് വിലയിടിവ് ഉണ്ടാകുന്നത് കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. സ്വാഭാവിക ഷീറ്റിന്റെ ഉൽപാദനം കുറഞ്ഞ് ചണ്ടിപ്പാൽ, ലാറ്റക്സ് നിർമ്മാണത്തിലേക്ക് കർഷകർ തിരിയുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മുൻപ് റബ്ബറിനേക്കാൾ വില കുറഞ്ഞിരുന്ന അടയ്ക്കയ്ക്ക് വില 500 രൂപയിലേക്ക് ഉയർന്നത് കർഷകരെ ആ മേഖലയിലേക്ക് തിരിയാൻ കാരണമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റബ്ബർ പുനർകൃഷി നടത്തുന്നവരെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറഞ്ഞു. ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് ഈ പറയുന്ന റബ്ബർ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി ഈ പറയുന്ന പുനർകൃഷിക്ക് പ്രോത്സാഹനത്തിനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് പോലും കർഷകർ ഈ മേഖലയിൽ നിന്നും തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പുനർകൃഷിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കർഷകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. കേരളത്തിൻ്റെ റബ്ബർ മേഖല ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കർഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രഖ്യാപനങ്ങൾക്കുപരിയായി ഈ മേഖലയിലേക്ക് കർഷകരെ പുതുതായി കൊണ്ടുവരാനും അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കാനും ആവശ്യമായ നടപടികളാണ് അടിയന്തരമായി സ്വീകരിക്കേണ്ടത്. യുവതലമുറ ടാപ്പിംഗ് തൊഴിലിലേക്ക് വരാത്തതും പരിശീലനം ലഭിച്ച ടാപ്പിംഗ് തൊഴിലാളികൾ കുറയുന്നതും റബ്ബർ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.